നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഞ്ചലിൽ മുത്തൂറ്റ് ഫിനാൻസിന് മുന്നിൽ നിക്ഷേപകരുടെ പ്രതിഷേധം. മുത്തൂറ്റിൽ പണം നിക്ഷേപിച്ചവരാണ് പ്രതിഷേധിച്ചത്. പ്രതികരിക്കാതെ മുത്തൂറ്റ് ഫിനാൻസ് അധികൃതർ. മയ്യനാട് നെയ്ത്ത് സഹകരണ സംഘത്തിന്റെ കെട്ടിടം അപകടാവസ്ഥയിൽ. ജീർണിച്ച കെട്ടിടത്തിനുള്ളിൽ ലക്ഷങ്ങളുടെ തറിയും യന്ത്ര സാമഗ്രികളും. കെട്ടിടത്തിന് 55 വർഷത്തിലേറെ പഴക്കം. പോരുവഴി UITയുടെ കുടിശ്ശിക തുക അടയ്ക്കുന്നത് സംബന്ധിച്ച് ചേർന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വാടക ഇനത്തിൽ UIT പഞ്ചായത്തിന് നൽകേണ്ടത് 16 ലക്ഷത്തിൽ അധികം രൂപ. വിശദമായ വാർത്തകളിലേക്ക്. സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ മുത്തൂറ്റ് ഫിനാൻസിന് മുന്നിൽ തട്ടിപ്പിനിരയായ നിക്ഷേപകർ പ്രതിഷേധവുമായി എത്തി. പുതിയതായി അഞ്ചലിൽ ആരംഭിച്ച മുത്തൂറ്റ് ശാഖയ്ക്ക് മുന്നിലായിരുന്നു ഫ്ലെക്സും പ്ലക്കാർഡുകളും ഉയർത്തി പ്രതിഷേധിച്ചത്. കാരണം പലിശയില്ല, മുതലുമില്ല. 15 ലക്ഷം രൂപയുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവരുടെ വിവാഹം 2 പെൺമക്കളാണ്. വിവാഹം കഴിച്ച് അയക്കണം. ഇതൊന്നും ഞങ്ങൾക്ക് നിവർത്തിയില്ലാതായി. വീട്ടുകാർ ഞങ്ങളെ ചതിച്ചതാണ്. ആ കമ്പനി പൊട്ടിപ്പോയി ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾക്ക് പൈസ തരുന്നില്ല. ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ പറയുന്നത്. അഞ്ചലിൽ പ്രവർത്തനമാരംഭിച്ച മുത്തൂറ്റ് ഫൈനാൻസ് ശാഖയ്ക്ക് മുന്നിൽ ജില്ലയിൽ മുത്തൂറ്റ് ഫൈനാൻസിന്റെ തട്ടിപ്പിനിരയായ നിക്ഷേപകരാണ് പ്രതിഷേധവുമായി എത്തിയത്. മുത്തൂറ്റിന്റെ കൊല്ലം ജില്ലയിലെ വിവിധ ശാഖകളിൽ ലക്ഷങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തവർക്ക് പണവും പലിശയും ലഭിക്കാത്തതിനെ തുടർന്നാണ് അഞ്ചൽ മുക്കട ജംഗ്ഷന് സമീപം പ്രവർത്തനമാരംഭിച്ച മുത്തൂറ്റ് ഫൈനാൻസിന്റെ മുന്നിൽ പ്രതിഷേധം നടന്നത്. അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി ചർച്ച നടത്തിയതിനു ശേഷമാണ് പ്രതിഷേധക്കാർ മടങ്ങിയത്. തങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്ത പണം മുത്തൂറ്റ് മാനേജ്മെന്റ് അമിത പലിശയ്ക്ക് മറ്റ് സ്വകാര്യ കമ്പനിയിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും ആ കമ്പനി പൊളിഞ്ഞതിനെ തുടർന്നാണ് തങ്ങളുടെ പണം ലഭിക്കാത്തതെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. അത് 2023 മെയ്യിൽ മെച്ചുറായി. സാധാരണ മുത്തൂറ്റിന്റെ പൈസ മെച്ചുറാകുമ്പോൾ കൃത്യമായി നമ്മുടെ അക്കൗണ്ടിൽ വരുന്നതാണ്. അത് അക്കൗണ്ടിൽ വന്നിട്ടില്ല. അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കോവിഡിന്റെ പ്രശ്നം ആയതുകൊണ്ട് ചില വിഷയങ്ങളുണ്ട്, അത് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് പിന്നെയും കോൺടാക്ട് ചെയ്തപ്പോൾ നിങ്ങൾ എറണാകുളത്ത് വിളിക്കാൻ പറഞ്ഞു. എറണാകുളത്ത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുകയില്ല. തിരുവനന്തപുരത്ത് വിളിക്കാൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്തില്ല. ഞങ്ങൾ അവസാനം അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് ഇത് NCD പ്രോസസ്സ്, ഇൻഷുറൻസിന്റെ പ്രോസസ്സ് നടക്കുകയാണ്. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. കഴിഞ്ഞ ജനുവരി, അതായത് 2023 ജനുവരിക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ ഞങ്ങൾ തരുന്നതായിരിക്കും, ഞങ്ങൾ അതിനൊരു സെറ്റപ്പ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം യാതൊരു സെറ്റപ്പ് ഉണ്ടായില്ല. അതിനുശേഷം ഞങ്ങൾ മുത്തൂറ്റിൻ്റെതായ കോഴഞ്ചേരി, കൊട്ടാരക്കര, കോട്ടയം, എറണാകുളം വിവിധങ്ങളായ ബ്രാഞ്ചുകളിൽ ഞങ്ങൾ ഇതിന്റെ പ്രതിഷേധ സമരം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് വരെ മുത്തൂറ്റിലെ ഒരു സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം തടസ്സപ്പെടുത്തുകയോ അവർക്കുള്ള ഒരു ചില്ലി പൈസയുടെ മുതലിൽ ഞങ്ങൾ നാശനഷ്ടം വരുത്തുകയോ ചെയ്തിട്ടുണ്ട്. മുത്തൂറ്റ് ഫൈനാൻസുമായി ബന്ധപ്പെട്ട ആരും ഇതേക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. 4 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി ശിലയിട്ടു. പന്മന ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയുടെ സഹായത്തോടെ പന്മന നെറ്റിയാട്ട് പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിക്കുന്നത്. പന്മന നെറ്റിയാട് പൗരസമിതിയുടെ നേതൃത്വത്തിൽ പന്മന ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയുടെ സഹായത്തോടെ വിധവകളായ 4 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ഇതിന്റെ കല്ലിടിയിൽ കർമ്മം പൗരസമിതി രക്ഷാധികാരി മായ ഫിറോസ് നല്ലാന്തറയിൽ നിർവഹിച്ചു. കണ്ണൻകുളങ്ങര വാർഡിൽ കുരീത്തറ ജംഗ്ഷന് സമീപം 16 സെന്റ് വസ്തു വാങ്ങിയാണ് വീട് നിർമ്മിക്കുന്നത്. ലൈഫ് പദ്ധതി പ്രകാരം അനുവദിച്ച 6 ലക്ഷം രൂപയ്ക്ക് വസ്തു വാങ്ങാനും വീട് നിർമ്മിക്കാനും കഴിയാതെ വിഷമിക്കുന്ന ഇവരുടെ വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എത്ര പ്രശംസിച്ചാലും എത്ര അനുമോദിച്ചാലും അത് അധികമാവില്ല. 4 കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. അവർക്ക് സ്വന്തമായി ഈ ഭവനം പൂർത്തീകരിക്കുന്നതിന് അവരുടെ പക്കൽ ഒരു സാമ്പത്തികം ഇല്ലാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെ ധനസഹായത്തോടൊപ്പം മറ്റ് സഹായം കൂടി നൽകിക്കൊണ്ട് അവരുടെ ആ സ്വപ്ന സാക്ഷാത്കാരം ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. പഞ്ചായത്ത് അംഗം ഷംന റാഫി, മായ സിദ്ദിഖ് മംഗലശ്ശേരി, നെറ്റിയാട്ട് റാഫി, ഡോക്ടർ AK ആസാദ് കിഴവറത്ത്, ഷാജി പുള്ളോന്റയ്യത്ത, മുക്കടയിൽ ശിവാനന്ദൻ, ഷബീർ ഖാൻ, ആനന്ദവല്ലിയമ്മ, റഫീഖ ബീവി, കൃഷ്ണകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ റോഡ് ഷോ നടത്തി. രാമൻകുളങ്ങര മുതൽ ബേബി ജോൺ സ്മൃതി മണ്ഡപത്തിൽ വരെയാണ് റോഡ് ഷോ നടത്തിയത്.
UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ചവറയുടെ വിവിധ മേഖലകളിലാണ് റോഡ് ഷോ നടത്തിയത്. രാമൻകുളങ്ങരയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ബേബി ജോൺസ് പ്രതിമണ്ഡപത്തിൽ സമാപിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം മൺവെട്ടിയും മൺകൂറുകയും അടയാളത്തിൽ രേഖപ്പെടുത്തി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയപരസ്പരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ദീർഘമായ ഒരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല. അതിനുള്ള അവസരം തീർച്ചയായും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ട്രാഫിക് തടസ്സമുണ്ടാക്കി, ഗതാഗത തടസ്സമുണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. മതേതര ജനാധിപത്യ ഭാരതത്തെ വീണ്ടെടുക്കാൻ മതേതര ജനാധിപത്യ മൂല്യങ്ങളുടെയും മതന്യൂനപക്ഷാവകാശങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ കാവൽക്കാരനെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രാഹുൽ ഗാന്ധിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ന്യൂനപക്ഷാവകാശത്തിന്റെയും സംരക്ഷണത്തിനു വേണ്ടി അവസാന ശ്വാസം വരെ പോരാടുമെന്ന് ഈ അവസരത്തിൽ ബഹുജനങ്ങൾക്ക് സമ്മതിദായകർക്ക് ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാവനാട്, ശക്തികുളങ്ങര, നീണ്ടകര, AMC ജംഗ്ഷൻ, ചവറ ബസ് സ്റ്റാൻഡ്, കൊറ്റൻകുളങ്ങര, കൊട്ടുകാട് എന്നിവിടങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. മയ്യനാട് നെയ്ത്ത് സഹകരണ സംഘത്തിന്റെ കെട്ടിടം അപകടാവസ്ഥയിലെന്ന് പരാതി. ഇടിഞ്ഞുപൊളിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ ലക്ഷങ്ങളുടെ തറയും യന്ത്ര സാമഗ്രികളുമാണുള്ളത്. ഇതെല്ലാം നാശത്തിന്റെ വക്കിലാണ്. ഒട്ടേറെ കുടുംബങ്ങൾ ജീവിതം കരുപ്പിടിപ്പിച്ച മയ്യനാട് കൈത്തറി നെയ്ത്ത് വ്യവസായ സഹകരണ സംഘത്തിന്റെ നേർക്കാഴ്ചയാണിത്. കൂട്ടിക്കട അമ്മാച്ചൻമുക്കിന് സമീപം പ്രവർത്തിച്ചിരുന്ന കളക്റ്റീവ് വീവിംഗ് സെന്റർ കെട്ടിടമാണ് അധികൃതരുടെ അനാസ്ഥയിൽ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നത്. കെട്ടിടം നിൽക്കുന്ന സ്ഥലം കാടുപിടിച്ച അവസ്ഥയിലാണ്. പുതിയ ഷീറ്റ് മേൽക്കൂരയും വെള്ളയടിച്ച കെട്ടുറപ്പുള്ള മുൻഭാഗവും ആകർഷണീയമായി തോന്നുമെങ്കിലും 55 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിന്റെ ഓടുപാകിയ മേൽക്കൂരയുടെ ഭൂരിഭാഗവും തകർന്നു. ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളം കൂടിയാണ് ഇവിടം ഇപ്പോൾ. മേൽക്കൂര ചിതലെടുത്തതോടെ ഓടുകൾ കെട്ടിടത്തിനുള്ളിലേക്കും സമീപത്തെ ഇടവഴിയിലേക്കുമാണ് വീഴുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ നിവേദനം നൽകിയതിനെ തുടർന്ന് കെട്ടിടം പൊളിച്ചുമാറ്റാൻ ഇരവിപുരം വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. എന്നാൽ ഉത്തരവ് നടപ്പായില്ലെന്നു മാത്രം. 2 വർഷം മുമ്പ് കെട്ടിടത്തിന്റെ മേൽക്കൂര ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു. കൈത്തറി യൂണിറ്റിന്റെ ചുമതലയുള്ള വ്യവസായ വകുപ്പ് അധികൃതർ എത്തി സമീപത്തെ തെങ്ങിലേക്ക് മേൽക്കൂര കെട്ടിനിർത്തി. നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഈ തൊഴിൽ സംരക്ഷിക്കേണ്ട അധികൃതരുടെ കെടുകാര്യസ്ഥതയാണ് കൈത്തറി കെട്ടിട തകർച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ബ്യൂറോ, കുട്ടിയാം. കുട്ടികളിലെ കലാഭിമുഖ്യം പരിപോഷിപ്പിക്കുന്നതിനായി കൊല്ലം ജവഹർ ബാലഭവൻ ഒഴിവുകാലം കലാസമ്പന്നമാക്കാൻ 2 മാസ കാലയളവിലെ പരിശീലനമാണ് നടത്തുന്നത്. തുടർ പഠനത്തിനുള്ള അവസരവും ലഭിക്കും. ജവഹർ ബാലഭവനിൽ കവി കുരീപ്പുഴ ശ്രീകുമാർ കുട്ടികൾക്കൊപ്പം ക്ലാസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കലയുടെ സുന്ദര ലോകം തുറന്നുകൊടുക്കുന്ന ഇത്തരം സർഗപ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. ഇന്ത്യയിലുടനീളമുള്ള ജവഹർ ബാലഭവനുകളിൽ തബല പഠിക്കാൻ സൗകര്യമുണ്ട്, പാട്ട് പഠിക്കാൻ സൗകര്യമുണ്ട്, നൃത്തം പഠിക്കാൻ സൗകര്യമുണ്ട്, വയലിൻ പഠിക്കാൻ സൗകര്യമുണ്ട്, ഗിറ്റാർ പഠിക്കാൻ സൗകര്യമുണ്ട്. പക്ഷേ ഒരൊറ്റ സ്ഥലത്തും റിലീജിയനെ കുറിച്ച് പഠിപ്പിക്കുന്നതേ ഇല്ല. ചെയർമാൻ S. നാസർ അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർമാൻ പ്രകാശ് D. നായർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ആനയടി പ്രസാദ്, PD. ജോസ്, ബീന, സജീവ്, ഗിരിജാസുന്ദരൻ, മാനേജർ R. രാജീവ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ശാസ്ത്രീയ സംഗീതം, വയലിൻ, വീണ, മൃദംഗം, ഗിത്താർ, തബല, ചിത്രകല, ലളിത സംഗീതം, നൃത്തം, ക്രാഫ്റ്റ്, യോഗ, തയ്യൽ, എംബ്രോയിഡറി, കീബോർഡ്, വ്യക്തിത്വ വികസനം എന്നിവയിലാണ് ക്ലാസുകൾ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മഹിളാ കോൺഗ്രസ് പാവുമ്പ മണ്ഡലം കൺവെൻഷൻ നടത്തി. മഹിള ആരവ് എന്ന പേരിലാണ് കൺവെൻഷൻ നടത്തിയത്. KPCC ജനറൽ സെക്രട്ടറി ബിന്ദു ജയൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് പാവുമ്പം മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹിളാ ആരവ് എന്ന പേരിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി ബിന്ദു ജയൻ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധി നടന്നു നീങ്ങിയ വഴിത്താരയിൽ അദ്ദേഹം കണ്ടത് ഇന്ത്യയിലെ ജനങ്ങളുടെ കണ്ണുനീരൊപ്പാൻ, ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നായി ചേർത്ത് പിടിക്കുവാൻ എന്തൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാര്യങ്ങൾ നീക്കണമെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ മത്സരിക്കുന്ന
പാർലമെന്റ് സ്ഥാനാർത്ഥി ശ്രീ KC വേണുഗോപാൽ അടക്കം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര ചെയ്ത് രണ്ടാം ഘട്ട ന്യായ് യാത്രയിൽ നടത്തി മുംബൈയിൽ അവസാനിക്കുമ്പോൾ മനസ്സിൽ തെളിഞ്ഞ ഇന്ത്യയുടെ ചിത്രം. മഹിളാ കോൺഗ്രസ് പാവുമ്പ മണ്ഡലം പ്രസിഡന്റ് മായ ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ജവാദ്, അഡ്വക്കേറ്റ് അനിൽകുമാർ, മായ സുരേഷ്, നദീറ കാട്ടിൽ, സീന ബഷീർ, K തുളസീധരൻ, KP രാജൻ, ശൈലജ, അജേഷ് KS, അഖിൽ ചിറക്കൽ, ശാന്ത പാവുമ്പ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. UDF ഓച്ചിറ മണ്ഡലം കൺവെൻഷൻ നടത്തി. മഹിളാ ന്യായ് എന്ന പേരിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. മഹിള ന്യായ് എന്ന പേരിൽ UDF ഓച്ചിറ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മഹിളാ കൺവെൻഷൻ CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ തന്നെ ഇപ്പോൾ കേരളത്തിൽ ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കും. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടും 7 മാസത്തെ കുടിശ്ശികയും എത്ര മാസം കിട്ടി? 1 മാസത്തെ കിട്ടിയിരിക്കും. അപ്പോൾ അതുപോലെ എല്ലാ തലത്തിലും മുഴുവൻ ജനങ്ങളും അസ്വസ്ഥരായി മാറിയിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ കാലം. അപ്പോൾ അതുകൊണ്ടാണ് പല CPM-ന്റെ സഹപ്രവർത്തകർക്കും വീടുകളിൽ വോട്ട് പിടിക്കാൻ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്നലെ നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് കാണിച്ചത് അവിടെ ആറ്റിങ്ങലിൽ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തെ ഒരു വീട്ടമ്മ ചൂട് കഞ്ഞിവെള്ളം തിളപ്പിച്ചതല്ല തിളച്ചവിടുന്നതാണ് എടുത്ത് മോന്തയ്ക്ക് ഒഴിച്ചു എന്നുള്ള പ്രാർത്ഥന. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എല്ലാ ബ്രാഞ്ച് സെക്രട്ടറിമാരും ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വോട്ട് പിടിക്കാൻ പോയാൽ മതി എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായി ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു ശിക്ഷയാണ്. മണ്ഡലം പ്രസിഡന്റ് S ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു. മീര സജി, BS വിനോദ്, KK സുനിൽകുമാർ, MS ഷൗക്കത്ത, N കൃഷ്ണകുമാർ, B സെവന്തികുമാരി, അൻസാറെ മലബാർ, അയ്യാണിക്കൽ മജീദ, പുഷ്പലത, നീന ചെറിയാൻ, ഗീത രാജു, E ലത്തീഫ ബിബി, മിനി പൊന്നൻ, ദിലീപ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോരുവഴി ഗ്രാമപഞ്ചായത്തിന് നൽകാനുള്ള കുടിശ്ശിക അടയ്ക്കാൻ തീരുമാനമാകാതെ യോഗം പിരിഞ്ഞു. കോവൂർ കുഞ്ഞുമോൻ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് യോഗം ചേർന്നത്. കെട്ടിടം വാടക ഇനത്തിൽ UIT പഞ്ചായത്തിന് നൽകേണ്ടത് 16 ലക്ഷത്തിലധികം രൂപയാണ്. പോരുവഴി ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കുടിശ്ശിക വരുത്തിയ തുക ഈടാക്കുന്നതിനാണ് പോരുവഴി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നത്. ഈ യോഗമാണ് തീരുമാനമാകാതെ പിരിഞ്ഞത്. കോവൂർ കുഞ്ഞുമോൻ MLAയുടെ നിർദ്ദേശപ്രകാരം യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ചേരൽ. പഞ്ചായത്തിന്റെ കെട്ടിടം വാടകയ്ക്ക് എടുത്ത ഇനത്തിൽ 16 ലക്ഷത്തിലധികം രൂപയാണ് കുടിശ്ശിക വരുത്തിയത്. സോഷ്യൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഭീമമായ തുക വർഷങ്ങളായി കുടിശ്ശിക വരുത്തിയത് ജനപ്രതിനിധികളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ 2-ന് പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ UIT പൂട്ടാൻ തയ്യാറാവുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോവൂർ കുഞ്ഞുമോൻ MLA ഇടപെട്ട് യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു. എന്നാൽ യോഗത്തിൽ കുടിശ്ശിക എങ്ങനെ അടയ്ക്കണമെന്ന ഒരു നിർദ്ദേശവും ഉന്നയിച്ചില്ല. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്ന UIT അവിടെ നിന്നും ഒഴിപ്പിച്ചപ്പോൾ അന്ന് പോരുവഴി ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് UIT പോരുവഴിയിൽ എത്തിച്ചത്. ഭീമമായ കുടിശ്ശിക വരുത്തിയിട്ടും നാളിതുവരെ യാതൊരു നടപടികളും എടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇതിനിടയിൽ യോഗത്തിനെത്തിയ CPM പ്രതിനിധിയും സെനറ്റ് അംഗവുമായ വ്യക്തി CPM ജനപ്രതിനിധികളെ വശത്താക്കുകയും കുടിശ്ശിക പിരിവിൽ നിന്നും തൽക്കാലം മാറി നിൽക്കാൻ നിർദ്ദേശിച്ച് മടങ്ങിയതായും ആരോപണമുയരുന്നു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. UDF തൊടിയൂർ മണ്ഡലം 155-ാം ബൂത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. DCC വൈസ് പ്രസിഡന്റ് ചിറ്റുമൂല നാസർ ഉദ്ഘാടനം ചെയ്തു. UDF തൊടിയൂർ മണ്ഡലം 155-ാം ബൂത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് സംഘടിപ്പിച്ചത്. DCC വൈസ് പ്രസിഡന്റ് ചിറ്റുമൂല നാസർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 3565 കോടി രൂപയാണ് കോൺഗ്രസ് അടക്കേണ്ടി വരുന്നത്. എന്തിനാ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് ചെയ്തത്? 2016, 2017, 2019, 2021 ഈ കാലയളവിൽ അടയ്ക്കാതിരുന്ന് നികുതി എന്ന് പറഞ്ഞ് ഇപ്പോൾ കുറ്റമാരോപിച്ച് എന്തുകൊണ്ട് കോൺഗ്രസിനെ തളച്ചിടാൻ ശ്രമിച്ചു? എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ, നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് അനങ്ങാൻ പാടില്ല, സഞ്ചരിക്കാൻ പാടില്ല. തങ്ങൾ കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. തൊടിയൂർ രാമേന്ദ്രൻ, CO കണ്ണൻ, K ധർമ്മദാസ്, ഷേർലി, തൊടിയൂർ വിജയൻ, ഗിരീഷ് കുറ്റിയിൽ, ഷെഹനാസ്, മോഹനൻ, സുദർശനൻ, സബിത ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിലെ ബൂത്ത് കൺവെൻഷനാണ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വള്ളികുന്നം പടയനുവട്ടം ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും. തന്ത്രി പുതുമനയിലത്ത് S ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടക്കുന്നത്. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്.
വള്ളികുന്നം പടയണിവട്ടം ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഏപ്രിൽ 5-ന് കൊടിയേറും. വൈകിട്ട് 6-നും 6:30-നും മധ്യയാണ് കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കുന്നത്. തന്ത്രി അമ്പലപ്പുഴ പുതുമനയില്ലത്ത് എസ് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കൊടിയേറ്റ് മഹോത്സവം അമ്പലപ്പുഴ പുതുമനയില്ലത്ത് ബ്രഹ്മശ്രീ എസ് ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയാണ്. ഏപ്രിൽ മാസം 14-ാം തീയതി നടക്കുന്ന വിഷു മഹോത്സവം വൻപിച്ച കെട്ടുകാഴ്ച ഓണാട്ടുകരയിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ കെട്ടുകാഴ്ചയോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത്. ഏപ്രിൽ 14-നാണ് ആറാട്ട് നടക്കുന്നത്. ഏപ്രിൽ 15-ന് മേടക്കാഴ്ച ഒരുക്കും. മേടക്കാഴ്ചയുടെ ഭാഗമായി കെട്ടുകാഴ്ചകളും ക്ഷേത്രത്തിലേക്ക് എത്തും. ഒരു പ്രത്യേകത, തിരുവുത്സവത്തിന്റെ പിറ്റേ ദിവസം 15-ാം തീയതിയും അതേപോലെ തന്നെ ഏപ്രിൽ മാസം 15-ാം തീയതി തിങ്കളാഴ്ച വിഷു ദിനത്തിന്റെ പിറ്റേ ദിവസം മേടക്കാഴ്ച എന്നുള്ള നിലയ്ക്ക് ആ ഒരു ദിവസം കൂടെ ഉത്സവം അതേ കെട്ടുകാഴ്ചകളും രാത്രിയിലെ പരിപാടികൾ ഉൾപ്പെടെയായി നടത്തുവാനാണ് ഇത്തവണ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ അനിൽ വള്ളികുന്നം, ആർ ഷാജിനാഥ്, സുരേഷ് സോപാനം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. കരുനാഗപ്പള്ളി മാലുമേൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മേടവിഷു മഹോത്സവത്തിന് തുടക്കമായി. 14-ന് സമാപിക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സാംസ്കാരിക സമ്മേളനവും മാലുമേൽ ദേവി കാരുണ്യനിധി സമാഹരണ ഉദ്ഘാടനവും CR മഹേഷ് MLA നിർവഹിക്കും. 11 ദിവസം നീണ്ടു നിൽക്കുന്ന കലാസന്ധ്യകളുടെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ നിർവഹിക്കും. സ്വാമി ഉദിത് ചൈതന്യ ഭാഗവത മാഹാത്മ്യവും വിശിഷ്ട മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ദേവി പുരസ്കാര വിതരണവും നിർവഹിക്കും. വിദ്യാഭ്യാസ അവാർഡുകൾ പത്തനംതിട്ട ഡെപ്യൂട്ടി കളക്ടർ B ജയശ്രീ വിതരണം ചെയ്യും. V മുരളീധരൻ ആധ്യാത്മിക സന്ദേശം നൽകും. മാലുമേൽ ദേവസ്വം പ്രസിഡന്റ് S രഘുനാഥൻ അധ്യക്ഷത വഹിക്കും. ദേവസ്വം സെക്രട്ടറി ഷിബു S തുടിയൂർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പനക്കിനുള്ളി നന്ദിയും പറയും. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചടങ്ങുകളോടെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. ലോകപ്രശസ്തനായ യജ്ഞാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യ സപ്താഹത്തിന് നേതൃത്വം നൽകും. യജ്ഞപ്പന്തലിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ 5 വ്യത്യസ്ത ദിനങ്ങളിലായി വിമുക്ത സൈനിക നീതിപാലക സംഗമം, കർഷക തൊഴിലാളി സംഗമം, മാതൃസംഗമം, ഗുരുവന്ദനം, വിദ്യാർത്ഥി യുവജന സംഗമം തുടങ്ങി നൂതന ചടങ്ങുകൾ നടക്കും. പ്രശസ്തമായ മാലുമേൽ പൊങ്കാല ഏപ്രിൽ 13-നാണ് നടക്കുന്നത്. ദേവനന്ദ പൊങ്കൽ മഹോത്സവത്തിന് ഭദ്രദീപം തെളിയിക്കും. വിവിധ കരകളിൽ നിന്നുമുള്ള ഘോഷയാത്രകൾ, രാത്രി പരിപാടികൾ എന്നിവ മേടവിഷു മഹോത്സവത്തിന് കൂടുതൽ ഭംഗി പകരും. 6 കരകളിൽ നിന്നായി 75ഓളം കെട്ടുകാഴ്ചകൾ ഇത്തവണ മേള വിഷു മഹോത്സവത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് S രഘുനാഥൻ, ദേവസ്വം സെക്രട്ടറി ഷിബു S തുടിയൂർ, ഭരണസമിതി അംഗം B വിശ്വംഭരൻ എന്നിവർ പങ്കെടുത്തു. സാഹിത്യകാരൻ കൂടിയായ പ്രിയപ്പെട്ട വയലാർ ശരത്ചന്ദ്രവർമ്മ 11 ദിവസം നീണ്ടു നിൽക്കുന്ന കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യും. സ്വാമി ഉദിത് ചൈതന്യ ആധ്യാത്മിക പ്രഭാഷണം സപ്താഹ സന്ദേശം നൽകും. ചടങ്ങിൽ പത്തനംതിട്ട സബ് കളക്ടർ ജയശ്രീ വിദ്യാഭ്യാസ അവാർഡ് നൽകും. ജന്മഭൂമിയുടെ പ്രിന്റർ ആൻഡ് പബ്ലിഷർ V മുരളീധരൻ ആധ്യാത്മിക സന്ദേശം പകരും. അങ്ങനെ ആ സാംസ്കാരിക സമ്മേളനത്തോടുകൂടി 4-ാം തീയതി ആരംഭിക്കുന്ന ചടങ്ങ് പിറ്റേ ദിവസം സപ്താഹമാണ്. സപ്താഹത്തിന് ലോകപ്രസിദ്ധനായ ആചാര്യൻ ഉദിത് ചൈതന്യയാണ് ഇത്തവണ നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. അഞ്ചലിൽ മുത്തൂറ്റ് ഫിനാൻസിന് മുന്നിൽ നിക്ഷേപകരുടെ പ്രതിഷേധം. മുത്തൂറ്റിൽ പണം നിക്ഷേപിച്ചവരാണ് പ്രതിഷേധിച്ചത്. പ്രതികരിക്കാതെ മുത്തൂറ്റ് ഫിനാൻസ് അധികൃതർ. മയ്യനാട് നെയ്ത്ത് സഹകരണ സംഘത്തിന്റെ കെട്ടിടം അപകടാവസ്ഥയിൽ. ജീർണിച്ച കെട്ടിടത്തിനുള്ളിൽ ലക്ഷങ്ങളുടെ തറിയും യന്ത്ര സാമഗ്രികളും. കെട്ടിടത്തിന് 55 വർഷത്തിലേറെ പഴക്കം. പോരുവഴി UITയുടെ കുടിശ്ശിക തുക അടയ്ക്കുന്നത് സംബന്ധിച്ച് ചേർന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വാടക ഇനത്തിൽ UIT പഞ്ചായത്തിന് നൽകേണ്ടത് 16 ലക്ഷത്തിൽ അധികം രൂപ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.